ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ കണ്ടു ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തു, കമൻ്റൊക്കെ ചെയ്ത് ഒരുപാട് ആൾക്കാർ പിന്നെ ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അതല്ല കേട്ടോ, ഞാൻ ഇൻട്രോയിൽ പറയണതാണ്. ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. മക്കളില്ലാത്തൊക്കെ ഒരുപാട് ആൾക്കാർ 10, 15, 11 വർഷങ്ങളൊക്കെ ആയിട്ട് മക്കളില്ലാത്ത ആൾക്കാരുടെയൊക്കെ ഒരുപാട് കമൻറ്റ് ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവർക്കും സൗലിയത്താരും മക്കളെ കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ മക്കളാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ദുആ ചെയ്യാണ്, ദുആയിൽ ഉൾപ്പെടുത്തുകയാണ് അല്ലേ ചക്കരെ? ഓക്കെ, വേഗം കൊടുക്കട്ടെ പഠിച്ചാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാനും ചക്കരയും കൂടി കാറിൽ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പ്രഗ്നന്റ് ആയ ചക്കരേനെ കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, എങ്ങോട്ടാണ് ചക്കര നമ്മളിന്ന് പോണേ? ഡ്രസ് എടുക്കാൻ പോവാണ് ഗൈസ്. അതായത് നമ്മുടെ വീടിന്റെ കുടിയിരിക്കൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാലോ, പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, തകൃതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ അതിൻ്റെ കാര്യങ്ങളും ഓട്ടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിനിടെ തന്നെ ചെക്കനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പോയില്ലെന്നെങ്കിൽ പിന്നെ അതിനിടയ്ക്ക് ഓരോ തിരക്കിലേക്കൊണ്ട് കുടുങ്ങി പോകും. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ചൊരു ഒഴിവ് കിട്ടിയ സമയത്ത് അതിലെന്ത് ചെയ്തു, ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ചു. നമ്മളങ്ങനെ നേരെ ഡ്രസ്സ് എടുക്കാൻ പോവാണ് അല്ലേ ചക്കരെ? കാരണം എന്താ വെച്ചാൽ ഞാൻ കൊല്ലത്തുനിന്ന് ഡ്രസ്സും കൊടുത്തിട്ടില്ല. ആകെ ഒരു ഡ്രസ്സ് തരണ ഇതേ ഉള്ളൂ. ബാക്കിയൊക്കെ സാധാരണ നമ്മൾ ഈ എന്താ ചെറിയ ടോപ്പും അങ്ങനത്തെ ഇതാണ്. അത് ഡ്രസ്സ് കൊണ്ടുവരാത്ത കറക്റ്റ് കാര്യം കൂടി ഉണ്ട്. 10 ദിവസത്തിന് വന്നാണ് കൊല്ലത്തുനിന്ന് 10 ദിവസത്തിന് വന്നിട്ട് 10 ദിവസം കഴിഞ്ഞ് 11 ദിവസം പോകാന്നുള്ള രീതിക്ക് വന്നതാണ് കേസ്. പക്ഷേ എന്താണ്, ഭാഗ്യവശാൽ, നിർഭാഗ്യവശാൽ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല, ഭാഗ്യവശാൽ പ്രഗ്നൻസിയാണ്, ഗർഭമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് റെസ്റ്റ് പറഞ്ഞു, യാത്ര ചെയ്യാൻ പാടില്ല. 2.5 മാസത്തോളമായി, ഏകദേശം 3-3.5 മാസത്തോളം ഫുള്ള് റെസ്റ്റ് വേണം. അപ്പോൾ അത് കാരണം കൊണ്ട് കൊല്ലത്തേക്ക് പോലും നടന്നില്ല. പിന്നെ ഞാനാണ് നാട്ടിലേക്ക് പോയതും തിരിച്ചൊന്ന് നോക്കിയ ചക്കന്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെയാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കുടിയിരിക്കലല്ലേ, പുതിയ ഡ്രസ്സ് എന്തായാലും എടുക്കണമല്ലോ. പിന്നെ മാക്സി ഉള്ളതുകൊണ്ട് തട്ടിമുട്ടി ജീവിച്ചു പോകും. എനിക്ക് പിന്നെ ആളിയന്റെ ലുങ്കി കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേസ്. അപ്പോൾ അതുകൊണ്ട് ഞാനും തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളും അല്ലേ? അപ്പോൾ നമ്മൾ എവിടെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെർപ്പളശ്ശേരി പോവാണ്. ചെർപ്പളശ്ശേരി പോയിട്ടാണ് ഡ്രസ്സ് എടുക്കുന്നത്. എങ്ങനത്തെ ഡ്രസ്സൊക്കെ നോക്കണേ? ചുരിദാറാണ്. ഒരു പണി ഇതോ, ഉള്ള സൈസിനേക്കാളും കുറച്ച് വലുതെടുത്തോ. പിന്നെ ഇങ്ങോട്ട് കാരണം ടൈറ്റുള്ളൊന്നും ഇടാൻ കഴിയൂല, അതുകൊണ്ട് ലൂസ് ആയിട്ടുള്ള ടൈപ്പോ അങ്ങനെ വെച്ചാൽ നോക്കിയിട്ട് നമുക്ക് അവിടെ പോയിട്ട് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചക്കരനെയും കൊണ്ടൊന്ന് ബാങ്കിലും പോവാണ്ട്. അപ്പോൾ ശരിക്കും ചക്കരയ്ക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല. അപ്പൊ ചക്കരയ്ക്ക് എന്താക്കണം, ഒരു ബാങ്ക് അക്കൗണ്ടും എടുക്കണം. കാരണം ബാങ്ക് അക്കൗണ്ട് എടുക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ നാട്ടിലെ നമ്മളെ ആശാ വർക്കർമാർക്ക്, നമ്മളിപ്പോ ഏതൊരു നാട്ടിലും പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഏതൊരു നാട്ടിലായാലും ഇപ്പോൾ ഇങ്ങനെ പ്രഗ്നന്റ് ഉള്ളപ്പോൾ ആശാ വർക്കർമാർ വന്നിട്ട് അവർക്കൊരു ഫോം തരും. അപ്പൊ അതിനകത്ത് ഇവരുടെ പേര്, അഡ്രസ്സ്, വയസ്സ് കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ച് 3 മാസത്തിനുള്ളിൽ അത് കൊടുക്കണം. അപ്പൊ അതിൽ തന്നെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാനുള്ള ഒരു നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കാനുള്ള ഒരു കോളുണ്ട്. അപ്പൊ അതിൽ നിന്റേതോ വേറെ ആരതും പറ്റൂല. ആരാണോ ഗർഭിണിയായിട്ടുള്ളത് അവരുടെ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലായിടത്തും ഉണ്ടാവും, നമ്മുടെ നാട്ടിൽ കേരളത്തിലായാലും എല്ലാ സ്ഥലത്തും ആ പരിപാടി ഉണ്ടാവും. അപ്പൊ അതിനകത്ത് നമ്മളെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പൊ 3 മാസത്തിനുള്ളിൽ അതും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ആവശ്യമായിട്ട് ബാങ്കിൽ പോകണം. അപ്പൊ ശരിക്കും വീട്ടിൽ ഇരുന്ന് ബാങ്കിന്റെ അക്കൗണ്ട് എടുക്കാൻ നമ്മൾ നോക്കി, പക്ഷേ ലാസ്റ്റ് ഒരു വീഡിയോ വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ അവിടെ ബാങ്കിന്റെ ഓഫീസിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ചിലപ്പോൾ നമ്മുടെ ബ്രാഞ്ചുമായിട്ട് എന്തെങ്കിലുള്ള എന്തൊരു ഇഷ്യൂ ആവും. അപ്പോൾ എന്താ നിങ്ങളെ ബ്രാഞ്ചിൽ അന്വേഷിക്കാനാ പറഞ്ഞു. അപ്പൊ പോയി ഡ്രസ്സ് എടുത്ത് നേരെ വന്ന് ബാങ്കിൽ ഒന്ന് കയറാണ്ട്. അപ്പോ പണക്കാരിയാവാൻ പോവാണ് ഗേസ്. ചെലവാണ് ഗേസ്, എന്ത് ചെയ്യാ. അല്ലല്ല, അക്കൗണ്ടൊക്കെ മിനിമം ബാലൻസ് അക്കൗണ്ടാണ്, അതിനകത്തൊക്കെ എപ്പോഴും പൈസ ഉണ്ടാവണം ചക്കര. അല്ല ഇനിയിപ്പോ ഞാനും തന്നെ കൊടുക്കേണ്ടി പറയണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്കേ പോയി ഡ്രസ്സ് എടുത്തിട്ട് വരാം എന്നാല്. ഓക്കെ, അങ്ങനെ നമ്മള് വരും വഴി തന്നെ ചെർപ്പളശ്ശേരി എത്തുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫ്രൂട്ട്സ് ഷോപ്പ് ഉണ്ട്. അപ്പൊ ഫ്രൂട്ട്സ് വാങ്ങാൻ ഇറങ്ങിയതല്ല, നമ്മളിവിടെ നല്ല ഇളനീരുണ്ട് ഗൈസ്, നല്ല ഇളനീരുണ്ട്. അപ്പൊ ചക്കരക്ക് ഈ സമയത്ത് ഇളനീരൊക്കെ കുടിക്കണ്ട് അല്ലേ? കുടിക്കണത് അല്ല, ഞാനെന്നെ ഇളനീര് കുടിക്കലൊന്നുമില്ലേ, ഞാൻ ശരിക്കും കുടിക്കണേ അങ്ങനെ അല്ല. അത് പിന്നെ എനിക്കൊരു കമ്പനി തരണ്ടേ ചക്കര, അങ്ങനെ പറയല്ലോ. എനിക്ക് കമ്പനിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതാ ചക്കരക്ക് ഇളനീര് കിട്ടിക്കണം, നിറച്ചുണ്ട് കേട്ടോ. ഇതാകുമ്പോ പിന്നെ ഒരു പ്രിസർവേറ്റീവോ ഒന്നും അടങ്ങിയതല്ല. അത് കാരണം കൊണ്ട് ഇത് ഞാൻ വിശ്വസിച്ച് നമുക്ക് കുടിക്കാം. ഈ സമയത്ത് ഇളനീരൊക്കെ നല്ല കുടിക്കണം ചക്കരെ, കുഞ്ഞുവാവയ്ക്ക് പറ്റിയതാണ് ഇതൊക്കെ. ഔ, ഏതാ ചിരി. എന്തൊക്കെ തലയിൽ കയറ്റുണ്ടാവില്ല, കുടിച്ചാതി. തലയേക്കല്ല പോണ്ട്, പള്ളേക്കാ പോണ്ട്.
തലേ കയറിയിട്ട് കാര്യമില്ല, വെള്ളേക്ക് പോണം. നല്ല വെള്ളം കുടിക്കാൻ ദാഹിക്കുണ്ടേ. അപ്പൊ വെള്ളം കുടിക്കണം. കാക്കുന്റെ വെള്ളം വരുന്നുണ്ടാവും, ഞാൻ കണ്ണു വെച്ചിരിക്കണു. ഏത് കരിക്കോ? അത് കുഴപ്പമില്ല, കയറിപ്പോയാൽ എന്താവും, ബാത്റൂമിൽ പോവും, അല്ലെങ്കിൽ വയറ്റ് നോയിട്ട് വയറുള്ള അത്ര തന്നെ ഉണ്ടാവുള്ളൂ. വേണ്ട, അത് കുഴപ്പമില്ല, ചേച്ചി കണ്ണ് വെച്ചോ. എന്തെന്നെ നോക്കണ്ടേന്ന് അറിയണേ. ബിസ്മില്ലാ. വെള്ളം കുടിക്കട്ടെ, വെള്ളം കുടിക്കട്ടെ. കൂടെയൊക്കെ വീണ്ടോ. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ, കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കാമ്പും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഡ്രസ് ഉണ്ടോ? ഇത് വേണ്ടല്ലോ, ഇനി അതുപോലെ. മക്കളെ എനിക്ക് ചെറിയ അതൊന്നൊരു പൊട്ട് വന്നു, ഇത് കിട്ടുന്നതിന് മുന്നേ. അപ്പൊ തിരിച്ചു കൊടുക്കണെന്ന് അറിയാം. അത് തരൂല ഇനി കേട്ടോ. പടച്ചറബേ. ഇപ്പോ ഗൈസ് ഒരാൾക്കല്ല, രണ്ടാൾക്കാ ഞാൻ ഫുഡ് കൊടുക്കണ്ട്. അതാണ് കാര്യം. മറ്റത് ഒരാൾക്ക് കൊടുത്താൽ മതിയായിരുന്നു, ഇപ്പൊ രണ്ടാൾക്ക് കൊടുക്കണം. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ, രണ്ടാളും കഴിക്കണം. ഓക്കെ, അപ്പൊ ഇനി ഇത് കൂടെ കഴിച്ചിട്ട് ഛർദിക്കാനാണെങ്കിൽ വെറുതെ കഴിക്കണമെങ്കിൽ തന്നേക്ക്, എനിക്ക് തന്നേക്ക്. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് ഇതിവിടെ കഴിച്ച് നേരെ ഡ്രസ്സ് എടുക്കാൻ പോവാം. എങ്ങനത്തെ അനക്ക് ഓൾറെഡി ഇല്ലേ? പിന്നെ മോളിൽ എൻ്റെ ഇഷ്ടത്തിന് നോക്കിക്കോ, എങ്ങനെ വെച്ചോ എടുത്തോ. ഡ്രസ്സ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ, ഇത് വല്ല ഇത് അടിയിൽ വർക്കുണ്ട്, സ്റ്റോണ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് സിമ്പിൾ ആയിട്ടുള്ളല്ലേ സാധാരണ ഇടല്? അപ്പൊ സിമ്പിൾ ആയിട്ടുള്ളതാ വേണ്ടത്. പാർട്ടി വെയറിൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ളത് കിട്ടും ചക്കരെ? മതി, കിട്ടും. പാർട്ടി വെയറിൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ള കുറെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതാ നോക്കണം. നോട്ടെ നിർത്തി ചക്കരെ. അത് ഇതിന്റെ ഷോള് വെച്ച്, അതിന്റെ ഷോളില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ വരും അല്ലേ? പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് ചക്കരെ, നല്ല വർക്കുള്ള ടൈപ്പ് ഉണ്ട്. പക്ഷെ നല്ല സ്റ്റോണ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതുണ്ട്, ഈ നിറണ്ട്, ഈ കളർ ഉണ്ട്, ലാവണ്ടർ. ഇതുണ്ട് കറക്റ്റ് അതേ സാധനം ഉണ്ട്. യെല്ലോ ഷെയ്ഡ് ഉള്ളത് വെച്ച് നോക്കി നോക്കി. ഇത് ഇഷ്ടപ്പെട്ടോ? മെറ്റീരിയൽ കുഴപ്പമില്ല. ഇത് വേണ്ട, അതെടുക്കണ്ട. അതൊക്കെ ഒരു യെല്ലോ ഒക്കെ ഓക്കെയാണ്. ഡ്രസ് എടുക്കുന്നുണ്ട്. ക്യാഷുള്ളൊക്കെ എടുത്തോട്ടോ. നല്ല കുഴപ്പമില്ലല്ലോ അല്ലേ? മൊത്തം 2 ബർത്ത്ഡേക്ക് കിട്ടിയത് എടുത്തുക്കണം. അതെ 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 അതെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അത്യാവശ്യം വർക്കൊക്കെ ഓവർ വർക്കില്ല, കുറച്ച് സിമ്പിളാണ്. എന്നാലും ഷോളൊക്കെ നല്ല രസമുണ്ട്. ഏതാണ് ഇതില്ലേ? ഇത് പാകത്തിനുള്ള വർക്ക് തന്നെ ഉള്ളൂ ചക്കരെ. എൻ്റെ കൈ നോക്കട്ടെ ഇതിൻ്റെ. എൻ്റെ കൈയല്ല, എൻ്റെ കൈ നീട്ടുക, കൈ എവിടെ വെച്ചപ്പോൾ. ഇത് ഇങ്ങനത്തെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഈ സൈഡിലൊക്കെ ആയിട്ട് വർക്ക് ഉണ്ട്. പിന്നെ ഒന്ന് ഇറക്കിക്കാൻ നോക്കട്ടെ. മുന്നിൽ ഇങ്ങനെ വർക്ക് വരും. ഇത് രസമുണ്ട് ചക്കരെ കാണാൻ, ഇത് രസമുണ്ടേ. പിന്നിപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെടായോ അല്ലെങ്കിൽ സൈസിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലേ വീട്ടിൽ പോയി ഇവിടെ നിന്ന് ഇട്ട് നോക്കണത് ബുദ്ധിമുട്ടല്ലേ? വീട്ടിൽ പോയിട്ട് കുഴപ്പമില്ല. അപ്പോൾ വീട്ടിൽ പോയി ഇട്ട് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൈസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തിരിച്ചുകൊണ്ടൊന്നും എടുക്കുമല്ലോ? ഓക്കെ, അതുപോരെ? അങ്ങനെ ചെയ്യാം. മോഡൽ ഇഷ്ടപ്പെട്ടില്ലേ? മോഡൽ നോക്കിക്കോ. ഇതെന്താ ഇളകിക്കല്ലോ? അല്ല, അങ്ങനത്തെ മോഡലാ. അത് മോഡലാ. അപ്പോൾ ഹാൻഡ് വർക്ക് എന്നാൽ കുഴപ്പമില്ല. ഒരു പണി ചെയ്യാം. മോഡൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇട്ട് നോക്കാം. ഇട്ട് നോക്കിയപ്പോൾ കംഫർട്ട് അല്ലാന്നുണ്ടെങ്കിൽ കൊണ്ടുവരാമല്ലോ ചിലപ്പോൾ. ശരിയല്ലേ? അപ്പോൾ കൊണ്ടുവന്നിട്ട് മാറ്റാം, കുഴപ്പമില്ല. അപ്പോൾ അതെല്ലാം അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി
പിന്നെ ഇതെന്താ സാധനം? തലയിലിടുന്ന തൊപ്പില്ലേ? ആ തലയിൽ. അതെ. ആ അപ്പോൾ തൊപ്പി ഇവിടെ കിട്ടി. തൊപ്പി പെരേന്ന് ഇറങ്ങലുണ്ടായിരുന്നില്ല, പെരേ തന്നെയായിരുന്നു. അപ്പോൾ ചുരിദാർ വാങ്ങി, തൊപ്പി വാങ്ങി. ഓക്കെ, അപ്പോൾ ബില്ലാക്കാണ് ചേച്ചി ഇവിടെ. അങ്ങനെ വന്നു, ഡ്രസ്സ് എടുത്തു, ഇതാ പോവാണ് ഗൈസ്. അപ്പോൾ സാധാരണ അറിയാം, ആണുങ്ങൾ പെണ്ണുങ്ങളെ കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ വരുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരിക്കുക. അതൊക്കെ ചക്കര. 15 മിനിറ്റ് കൊണ്ട് കിട്ടി. അതെനിക്കൊരു കിട്ടല. വണ്ടി 15 മിനിറ്റ് കൊണ്ട് എന്തായി? ഡ്രസ്സ് എടുത്തു, ഇറങ്ങുകയും ചെയ്തു അല്ലേ? ഓക്കെ, എന്നാ പോവാം. വേഗം എടുക്കണം. എന്നാ പോവാം. ഓക്കെ, അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മളിത് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 3-4 ദിവസം മുന്നേ എടുത്തതുണ്ട്. എടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ കളറ് ഷെയ്ഡിൽ തന്നെയാണ് ഞാനും എടുത്തത്. ഒരു വൈറ്റും എല്ലാം കൂടി ചേർന്ന ഒരു മിക്സ് ഷെയ്ഡിലുള്ള ഒരു ചെക്ക് മോഡലത്തെ ഒരു സാധനമാണ് എടുത്തത്. അതിൽ തന്നെ വൈറ്റ് പാൻസും ചേർന്നാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ചക്കര അതിന് മുന്നേ തന്ന ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്ന 2 ഷർട്ട് ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കാരണം കൊണ്ട് എന്ത് ചെയ്തു, ഞാൻ പിന്നെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ട്. കാരണം ഓൾറെഡി അത്യാവശ്യത്തിനുണ്ട്. പിന്നെ വെറുതെ എന്തിനാ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയല്ലോ വിചാരിച്ചിട്ടാണ് എടുക്കായിരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മഞ്ഞ ഒരു യെല്ലോയിൽ വൈറ്റ് വരുന്ന തന്നെയാവും മിക്കവാറും നമ്മൾ കുടിയിരിക്കലിന് ഇടുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ചക്കരയും ആ ഒരു ടച്ചിലുള്ളത് എടുത്തത് കേട്ടോ. അപ്പോൾ അതിന് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ആദ്യം തന്നെ പണി ചെയ്തോ, വീട്ടിൽ പോയിട്ടതേ ഒഴിവ് കിട്ടുമ്പോൾ ഒന്ന് ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിരിക്കൂലേ? അടിഭാഗം വെട്ടേണ്ടി വരില്ലേ? കാരണം ചിലപ്പോ ഇറക്കത്തില് ഉയരം കൊണ്ട് അവിടെ ഉയരം കുറഞ്ഞിട്ട് പ്രശ്നം, ഇവിടെ കൂടിയിട്ടാ പ്രശ്നം. നമുക്ക് തല കാറിന്റെ ടോപ്പിൽ തട്ടേ. എനിക്ക് വേണ്ടി പുതിയ കാറ് നിർമ്മാതാക്കൾ ഉണ്ടാക്കേണ്ടി വരുന്നത്. ഒരു ഷർട്ടും നേരെ കിട്ടില്ല. കിട്ടുന്ന ഷർട്ടാണെങ്കിൽ സൈസ് ഉണ്ടാവില്ല. എനിക്ക് എന്റെ കഥ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ഇറക്കം വേണമെങ്കിൽ ഡബിൾ എക്സൽ വേണ്ടി വരും. എന്നാൽ ഡബിൾ എക്സൽ എടുത്തു കഴിഞ്ഞാൽ പൂവൻകോഴി കോട്ടിട്ട മാതിരി ഉണ്ടാവും. അലാക്കിന്റെ വലിപ്പം പായ്ക്കപ്പൽ വരെ പറന്ന് കളിക്കും ബൈക്കിലൊക്കെ പോകുമ്പോൾ. അതേസമയം സൈസ് തടി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സലും മതി, പക്ഷെ ഇറക്കം കിട്ടൂല. അത് ചെരുപ്പിന്റെ കഥയിൽ അങ്ങനെ തന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ കൂടുമ്പോ സൈസ് കിട്ടൂല. കിഡ്സിന്റെ പോയി നോക്കേണ്ടി അടിപൊളി. ഓക്കെ, അപ്പൊ ഏതായാലും ഡ്രസ്സൊക്കെ എടുത്തു. ഇനി നേരെ നമ്മളങ്ങനെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഉച്ചയായി, ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പൊ ഏതായാലും വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പൊ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഏതായാലും ഇൻഷാല്ലാ ഇന്നിപ്പോ വൈകുന്നേരം, നാളെ അല്ല ഇന്നിപ്പോ വൈകുന്നേരം പോകണം. ഇന്നിപ്പോ വൈകുന്നേരം ലാബില് പോകണം. ചക്കരനെയും കൊണ്ട് ലാബില് പോയിട്ട് നാളെ അല്ല ഇന്ന് വൈകുന്നേരം പോയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഷുഗറും പിന്നെ അതേമാതിരി തന്നെ തൈറോയിഡും ചെക്ക് ചെയ്തിട്ട് ഡോക്ടറെ പോയി കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും വൈകുന്നേരം ലാബിൽ പോയി ചെക്ക് ചെയ്താലേ എനിക്ക് തോന്നുന്നു റിസൾട്ട് ചിലപ്പോൾ ഇന്ന് തന്നെ കിട്ടുമോന്ന് ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ കിട്ടൂലല്ലേ? അപ്പൊ അങ്ങനെയെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് പിന്നെ നാളെ എന്തായാലും ഇൻഷാല്ലാ പോയി ഒന്ന് ഡോക്ടറെ കാണിക്കാണ്ട്. ചിലപ്പോൾ അതിൽ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നാളെ ഒന്നും കൂടെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും നമുക്ക് വഴിയെ കാണാം വിശേഷങ്ങൾ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ ശേഷിട്ടാണ് എല്ലാവർക്കും. അസ്സലാമു അലൈക്കും.